ഇപ്പോൾ യുവമോർച്ച നേതാവ് എസ് നന്ദു കൂടി ചേരുകയാണ്. നന്ദു, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഈ വേളയിൽ ചർച്ച ചെയ്തത്. അതായത് ഇസ്ലാമിക ഭീകരൻ അബ്ദുൽ നാസർ മദനിക്കെതിരെ BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് നടത്തിയ ഒരു പ്രസ്താവന സഭാരേഖയിൽ നിന്നും അദ്ദേഹത്തെ പോലും അറിയിക്കാതെ നീക്കം ചെയ്തിരിക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നന്ദു, നമ്മള് ഈ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന വേളയിൽ തന്നെ BJP വളരെ ഗൗരവതരമായി ഉന്നയിച്ചൊരു വിഷയമാണ് കേരളത്തിലെ UDF പൂർണ്ണമായും ഭീകരവാദ സംഘടനകൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് അന്ന്, അതായത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും BJPയുടെ നേതാക്കന്മാരും വളരെ ഗൗരവത്തോടു കൂടി രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അവിടെ വെൽഫെയർ പാർട്ടിയുടെയും അതുപോലെ തന്നെ SDPIയുടെയും ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന, രാജ്യത്ത് ലോകത്താകമാനം ഭീകരവാദത്തിന് വിളനിലമാകുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ ഈ UDF സർക്കാരിനും UDF സർക്കാരിന്റെ നേതൃത്വം വഹിക്കുന്ന VD സതീശന് നൽകിയിട്ടുള്ള പിന്തുണയെ കുറിച്ച് കൃത്യമായി അന്ന് തന്നെ BJPയുടെ നേതാക്കന്മാർ പറഞ്ഞതാണ്. ആ വിഷയങ്ങളെയൊക്കെ അടിവരയിടുന്ന നിലയിലാണ് ഇന്ന് ഒരു ഭീകരനായിട്ടുള്ള ഒരു ഭീകരവാദിയെ നിയമസഭയ്ക്കകത്ത് കോട്ട് ചെയ്താൽ ആ ഭീകരവാദിക്ക് അനുകൂലമായി ആ കോട്ട് ചെയ്ത പേര് പോലും ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ, അവരുടെ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെക്കാൻ, അവരുടെ ഭീകരവാദികൾ ആയിട്ടുള്ള അവരുടെ ഭീകര സ്വഭാവമുള്ള ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി എടുത്തു മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ VD സതീശന്റെ കീഴിൽ കേരളം അനുഭവിക്കാൻ പോകുന്നത് എത്രയോ വലിയ രീതിയിലുള്ള യാതനകളാണ് എന്നുള്ളതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഭീകരവാദികൾക്ക് സമരസപ്പെട്ടുകൊണ്ട്, ഭീകരപ്രവർത്തനങ്ങൾക്ക് സമരസപ്പെട്ടുകൊണ്ടാണ് VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഭരണം മുന്നോട്ട് പോകാൻ പോകുന്നത് എങ്കിൽ, പണ്ട് നമ്മൾ ആലപ്പുഴയിൽ കേട്ടൊരു മുദ്രാവാക്യമുണ്ട്, കുന്തിരിക്കം വാങ്ങി വെച്ചോ എത്തിപ്പോയി നിന്റെയൊക്കെ കാലന്മാരെന്ന്, അരിയും മലരും വാങ്ങി വെച്ചോ എത്തിപ്പോയി നിന്റെയൊക്കെ കാലന്മാരെന്ന് ഒരു വലിയ ജനാവലിയെ നിർത്തി ഒരു കുഞ്ഞു വായിലൂടെ വിളിപ്പിച്ച ഭീകരന്മാർ ഇതിലേറെ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കേരളത്തിലെ ഈ ഭരണം ഭീകരവാദികൾക്ക് അടിമപ്പെട്ട ഭരണമാണ് എന്നുള്ള നിലപാട് BJPക്കുണ്ട്. നിലപാട് വ്യക്തമാണ്. യുവമോർച്ച നേതാവ് എസ് നന്ദുവാണ് പ്രതികരിച്ചത്.